അത്യാവശ്യ ഘട്ടങ്ങളിൽ ചോറുണ്ടെങ്കിൽ കറിയായിട്ട് ഇഞ്ചിക്കറി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അമ്മ പോകുന്നതിന് മുമ്പ് ഞാൻ ആണ്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കിക്കുകയാണ് കേട്ടോ. എണ്ണ ഒഴിച്ച് കടുകിട്ട് മുളകിട്ടിട്ട് അതിലോട്ട് കടിച്ചു മുറിച്ച കരിയാപ്പില ഇട്ട് കൊടുക്കുക. അതായത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ കരിയാപ്പില ഇടത്തില്ലേ, അതുപോലെ കരിയാപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇഞ്ചി കുനുകുനാന്നരിഞ്ഞത് അതിലോട്ട് തട്ടിയിട്ട് കൊടുക്കുക. ഇനി ഈ കുനുകുനാന്നരിഞ്ഞേക്കുന്ന ഇഞ്ചി നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നിൽക്കാതെ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണം. അനങ്ങാൻ പറ്റത്തില്ല, ഇങ്ങനെ ഇളക്കി നിൽക്കുക. അമ്മ ഉണ്ടായതുകൊണ്ട് അമ്മ ഇങ്ങനെ ക്ഷമയെ നിന്ന് ഇളക്കുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പാത്രം കഴുകാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് ആ ഗ്യാസിൻ്റെ സൈഡിലോട്ട് ചെറുതായിട്ട് എണ്ണയൊക്കെ തെറിക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതങ്ങനെ തെറിക്കുന്നത് അവിടെ നിന്ന് തുടച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേന് താണ്ട് ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ നമ്മുടെ എരിക്കനുസരിച്ചുള്ള മുളക് പൊടി തട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. അമ്മ ഇപ്പോൾ ഉലുവ മുഴുവൻ കഷ്ണങ്ങളാക്കി ഇട്ടേക്കുന്നതുകൊണ്ടാണ് ആ ഉലുവയുടെ പച്ചമണം മാറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്, കാരണം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അല്ല, അത് എല്ലാം കൂടെ കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് പെട്ടെന്ന് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു മണമാണ് കേട്ടോ വരുന്നത്. ഇനി എടുത്തു പറയേണ്ട കാര്യം, പുളി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാവൂ. ഈ വീട്ടിൽ സീച്ചേട്ടന് പുളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഈ പുളി ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പുളി ഇത്രയും ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് ഇങ്ങനെ ഇട്ട് ഇളക്കുക. അല്ലെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കുക. ഇവിടെ ശർക്കര ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പഞ്ചസാര കേട്ടോ അമ്മ ഇട്ട് കൊടുത്തത്. ഇത് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഇങ്ങനെ അയ്യോ കുറുകി സെറ്റായിട്ട് വരും. നല്ല രുചിയാണ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഒരു കറി ഇല്ലെങ്കിലും ഇത് ഇച്ചിരി തൈരും കൂടി ഇട്ട് ചോറും കൂട്ടി കുഴച്ച് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.